ശ്രീമന്നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. വൃത്തം വംശസ്ഥം. അജാമിളോ നാമ മഹീസുരപുരാ ചരൽ വിഭോ ധർമ്മപഥാൻ ഗൃഹാശ്രമീ. ഗുരോർഗിരാകാനനമിത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാം മദാകുലാം. കാന്യകുബ്ജം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന അജാമിളന്റെ കഥയാണ് ഈ ദശകത്തിൽ ചുരുക്കി പറയുന്നത്. ഹേ വിഭോ, സർവവ്യാപിയായ ഭഗവാനെ ഗുരുവായൂരപ്പ. പുര, പണ്ട്, ഗൃഹാശ്രമി, ഗൃഹസ്ഥനായിട്ട്, അതായത് വിവാഹമെല്ലാം കഴിച്ച് ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട്, ധർമ്മപഥാൻ ചരൻ, ധർമ്മത്തിൻ്റെ വഴിയിൽ കൂടി മാത്രം ചരിക്കുന്നവനായ, നടക്കുന്നവനായ, അതായത് ധർമ്മം മാത്രം അനുഷ്ഠിക്കുന്നവനായ അജാമിള, അജാമിളൻ എന്ന പേരുള്ള മഹീസുര, ഒരു ബ്രാഹ്മണൻ. അജാമിളൻ എന്ന് പേരുള്ള ഈ ബ്രാഹ്മണൻ കുടുംബമായിട്ട് കഴിഞ്ഞിരുന്ന ആളാണ്. ധർമ്മമാർഗത്തിൽ കൂടി മാത്രം നടക്കുന്നയാളാണ്. ധർമ്മം വിട്ട് അധർമ്മത്തിലേക്ക് പോകാത്ത ആളാണ്. അങ്ങനെയുള്ളൊരു ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ ഗുരു, ഗിര, ഗിര വാക്കിനാൽ, ഗുരു, ഗുരുവിന്റെ വാക്കിനാൽ, ഇവിടെ ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛനെയാണ്. അച്ഛന്റെ ആ വാക്ക് കേട്ടിട്ട് കാനനം എത്യ, കാനനം കാട്, ആ കാട്ടിലേക്ക് എത്യ ചെന്നിട്ട്, വനത്തിലേക്ക് പോയിട്ട്, ഇവിടെ പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പറഞ്ഞിട്ട് വനത്തിലേക്ക് അജാമിളൻ പോകുന്നത്. ദർഭ, ചമത മുതലായവയൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോയപ്പോൾ സുദൃഷ്ടശീലാം മദാകുലാം, അവിടെ വെച്ച് മദാകുലാം, മതം കൊണ്ട് ഇവിടെ മതിമറന്നവളും എന്തിനും കൂസലില്ലാത്തവളുമായ ഒരു കുലടാം, കുലടയെ, ഇവിടെ കുലട എന്ന് പറഞ്ഞാൽ ഒരു വേശ്യ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ ദൃഷ്ടവാൻ കണ്ടു. അജാമിളൻ ആ സ്ത്രീയെ കാണുമ്പോൾ ആ സ്ത്രീയും വേറൊരു പുരുഷനും കൂടി ഒരുമിച്ചിരിക്കുന്നതാണ് അജാമിളൻ കാണുന്നത്. അപ്പോ ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ, അവരുടെ ആ ലീലകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അജാമിളനും അതിനോടൊരു താല്പര്യം തോന്നുകയാണ്, അവളോടും ഒരു താല്പര്യം തോന്നുകയാണ്. അങ്ങനെയാണ് ഇതിൽ ചുരുക്കി പറഞ്ഞിരിക്കുന്നു. നാരായണീയത്തിലെ ഭാഗവത്തിൽ അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ അജാമിളൻ എന്ന് പറഞ്ഞാൽ ദാസീദാസൻ എന്നുള്ള അർത്ഥമുള്ളൂ. അജാമിളന് വേറെ പേരുണ്ട് എന്നാണ് പറയുന്നത്. പല പേരുകളും പറയുന്നുണ്ടെങ്കിൽ അത് ഏതാണ് ശരിയെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അപ്പൊ ഈ ധാർമ്മികനായിട്ടുള്ള, ധർമ്മം മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആ ബ്രാഹ്മണന് ഈ വനത്തിൽ വെച്ച് ഈ കാഴ്ച കണ്ടപ്പോൾ വല്ലാത്തൊരു മനംമാറ്റം ഉണ്ടാകുകയാണ്. അവളിലേക്ക് ആകൃഷ്ടനായി തീരുകയാണ് ചെയ്യുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.